നമസ്കാരം. വെളുക്കാൻ തേച്ചത് പാണ്ടാവുക, അല്ലെങ്കിൽ വെളുക്കാൻ തേച്ചതാണെന്ന് പറഞ്ഞ് വിളിച്ചു കൂവിയത് പാണ്ടാക്കി മാറ്റുക, നമ്മൾ കേട്ടിട്ടുള്ള ശൈലിയാണ്. സഖാവ് എ കെ ബാലൻ ചെയ്തത് അതുതന്നെയാണ്. വിളിച്ചു പറഞ്ഞതൊക്കെ CPM-നും പിണറായി വിജയനും അനുകൂലമായിട്ടാണ് എന്ന ഭാവത്തിൽ പറഞ്ഞതൊക്കെ ഇപ്പോൾ പിണറായിക്കും CPM-നും വലിയ തിരിച്ചടിയാകുന്നു. വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു പാർട്ടിയും മുഖ്യമന്ത്രിയും എന്നതാണ് സത്യം. പ്രത്യേകിച്ചും പല വർഗീയപരമായ പരാമർശങ്ങൾ, പല രീതിയിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് CPM-നെയും അതുപോലെ പിണറായി വിജയനെയും കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ശരിക്കും എ കെ ബാലൻ ഒരു പിണറായി വക്താവായിട്ടാണ് നമ്മൾ കാണുന്നത്. പിണറായി വിജയൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള അടുത്ത ഒരു വ്യക്തിയായിട്ട് കൂടി നമ്മൾ ബാലൻ സഖാവിനെ കണ്ടു. ബാലൻ സഖാവിനെ ഇപ്പോൾ ഏതാണ്ട് ഒതുക്കിയ മട്ടാണ്. എന്നാൽ പോലും പിണറായിസം എന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്, പിണറായിസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് ബാലൻ സംസാരിക്കുന്നത്. ബാലൻ പിണറായിയുടെ ഒരു വലങ്കൈയായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നു. ഇത് മനഃപൂർവ്വം പറഞ്ഞതാണോ സഖാവ് എന്നുപോലും പലരും ചോദിക്കുന്നുണ്ട് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതൊക്കെയായാലും വലിയ തോതിലുള്ള പ്രതിരോധത്തിലാണ് CPM ഇപ്പോൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം വിളിച്ചു വരുത്തിയ വർഗീയത ചർച്ചകളിൽ ജമാഅത്തെ ഇസ്ലാമി, ഇടതുപക്ഷം ആകെ പ്രതിരോധത്തിലാണ് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അതിന്റെ വിശദാംശങ്ങൾ നോക്കിയാൽ ഇടതുപക്ഷത്തിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് CPM നേതാവ് എ കെ ബാലൻ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ ചില പ്രസ്താവനകളൊക്കെ നടത്തിയത്. മതന്യൂനപക്ഷങ്ങളെ തൊട്ടുകളിക്കാൻ പൊതുവെ മടി കാണിക്കാറുള്ള CPM-നെ എ കെ ബാലൻ വർഗീയ ചുവയുള്ള വാക്കുകൾ ഭൂരിപക്ഷ പ്രീണനത്തിന് മറുപടി പറയേണ്ട അവസ്ഥയിലാക്കി. ബാലന്റെ പ്രസ്താവനയ്ക്ക് BJP-യുടെ മുൻകാല പ്രസ്താവനകളുടെ ഛായ ആരോപിക്കപ്പെടുകയും ചെയ്തു. ഇത് CPM-ന്റെ തെരഞ്ഞെടുപ്പ് സന്ദേശമല്ല എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടി സെക്രട്ടറി ഏറ്റെടുത്തതായി കാണുന്നുമില്ല. എന്ത് വേണമെങ്കിലും ബാലൻ സഖാവ് പറഞ്ഞോട്ടെ എന്നുള്ള ഒരു നിലപാടാണോ MV ഗോവിന്ദന് എന്ന് തോന്നിപ്പോകുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം വഹിക്കുമെന്നും മാറാട് കലാപങ്ങൾ ആവർത്തിക്കും എന്നുമാണ് ബാലൻ പ്രസ്താവന നടത്തിയത്. ഇതിനെതിരെ ജമാഅത്തെ ഇസ്ലാമിക്ക് പുറമെ കോൺഗ്രസ് നേതാക്കളും കൂട്ടത്തോടെ രംഗത്തിറങ്ങിയതോടെ വിവാദം കത്തുകയും ചെയ്തു. ശരിക്കും ബാലൻ അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തേണ്ട കാര്യമില്ലായിരുന്നു ഇപ്പോൾ. കാരണം ജമാഅത്തെ ഇസ്ലാമി അവരുടെ വെൽഫെയർ പാർട്ടിയൊന്നും UDF-മായി നേരിട്ട് ഒരു മുന്നണി ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഉള്ളിൽ കാണുമായിരിക്കും, അല്ലെങ്കിൽ വോട്ട് വാങ്ങുമായിരിക്കും. അങ്ങനെ വന്നാൽ തന്നെ കോൺഗ്രസ് ആണ് സ്ഥിരമായി UDF ഭരിക്കുമ്പോൾ ആഭ്യന്തരം കയ്യേറുന്നത് അല്ലെങ്കിൽ കൈയാളുന്നത്. രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ ആഭ്യന്തരമന്ത്രിമാരായിരുന്ന കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുടെ ആവശ്യമുണ്ടായിരുന്നോ എന്ന ചോദ്യം പൊതുവെ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരം കാര്യങ്ങളിൽ CPM-നും വലിയ പ്രതിരോധം ഉണ്ടായിരിക്കുന്നത്, പലതിനും മറുപടി ഇല്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നത്. അതായത് ന്യൂനപക്ഷ വർഗീയതയുമായി അവർക്ക് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് CPM തന്ത്രം. CPM-ന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന BJP-യുമായുള്ള അന്തർധാര എന്ന് സ്ഥാപിക്കുന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. പ്രസ്താവനയെ CPM സംസ്ഥാന സെക്രട്ടറി തള്ളി പറഞ്ഞിട്ടില്ല എന്നതും ഈ ഒരു അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നേതാക്കളുടെ പരാമർശങ്ങൾ വിവാദമാകുന്നത് ഇതാദ്യമല്ല. 2019 രാഹുൽ ഗാന്ധിയെ വർഗീയത പറഞ്ഞ് കടന്നാക്രമിച്ചു. നരേന്ദ്രമോദിയും അമിത്ഷായും സമാധാന പ്രേമികളായ ഹിന്ദുക്കളെ ഭീകരർ എന്ന് വിളിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ പറയുകയും ചെയ്തു. അത് BJP-ക്ക് പൊതുവെ ക്ഷീണം ചെയ്തുവെങ്കിലും അത് വലിയ തോതിൽ അത് ക്ഷീണമായി വന്നില്ല. അപ്പം പ്രസ്താവനകളൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് ഇത്തരത്തിലുള്ള മതവർഗീയമായ അംശങ്ങളും ഒക്കെ കാണുമായിരിക്കും. പക്ഷെ ഇതിപ്പോൾ CPM ഒരു നിലനിൽപ്പിന് ശ്രമിക്കുന്ന അവസ്ഥയിൽ, CPM പലതിനെയും ന്യായീകരിച്ച് മെഴുകാൻ ശ്രമിക്കുന്ന അവസ്ഥയിൽ, പലതിനെയും തള്ളിപ്പറയുന്ന അവസ്ഥയിൽ ഇത്തരത്തിൽ ഒരു പ്രസ്താവന എ കെ ബാലന്റെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ തോതിലുള്ള പ്രതിസന്ധികൾക്ക് CPM-ൽ തുടക്കമിടും. CPM-ന് പലതിനും കൃത്യമായി ഉത്തരം നൽകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിലേക്ക് കൂടി സംഗതികൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്.